മനസ്സിലായില്ല. നീ എന്താണ് പറയുന്നത്? അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. അച്ഛാ, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എടാ, ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഭാര്യ കിട്ടില്ല, അതിന് കല്യാണം കഴിക്കണം. അച്ഛാ, ഇവന് ഉടനെ ഒരു കല്യാണം വേണമെന്നാ പറയണത്. അയ്യേ, വൃത്തികേട് പറയില്ലേ. ഭാര്യ വേണമെന്ന് കണ്ടു, കുറച്ചു നോക്കിയപ്പോ കണ്ടു. മേലാലത്തിലും വൃത്തികേടുകൾ കാണിച്ചാലുണ്ടല്ലോ അടിച്ചതിന്റെ എല്ലാവരും. ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ. കുറെ കാലമായില്ലേ അവൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇന്നലത്തോടെ ഞാൻ അവനെ പറഞ്ഞയക്കുമായിരുന്നു. ഒന്നും പറയണ്ട, സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട. എന്താ വേലു, മോന്തയ്ക്ക് പട്ടി അടിച്ചോ? ഓ, ഏത്തപ്പഴം. തനിക്ക് എഴുതി കൂടോ? അക്ഷരാഭ്യാസം ഇല്ല അല്ലേ? ആ പറ. കൊച്ചുവേളിയിലെ കൊച്ചുവേളിയിലെ കൊച്ചു കല്യാണി. കൊച്ചുമുതല കൊച്ചുമുതലാളി. കൊച്ചുമുതലാളി മഹാ തെണ്ടിയോ? ഓ, മഹാഭാഗ്യം. മഹാവിഷ്ണു. തെണ്ടിയോ? തെണ്ടിയൊന്ന് വിളിക്കണ പട്ടി. എത്ര നാളെന്ന് വെച്ചാ ഈ ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ താമസിക്കുക? അച്ഛൻ നമ്മുടെ ബന്ധം അംഗീകരിച്ച് തിരിച്ചു വിളിക്കുന്നവരെ. ഇന്ന് ഞാൻ വീട്ടിൽ ചെന്നിരുന്നു. അച്ഛനുമായിട്ട് ഒരുപാട് തർക്കിച്ചു. പിടിവാശി എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടോ? ഞാൻ ഈ ഹോട്ടലിന്റെ ഫോൺ നമ്പർ എഴുതി അച്ഛന്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തു. വേണേ വിളിക്കട്ടെ. എന്റെ അച്ഛൻ അറിയണം, അച്ഛന്റെ ഒരു ചില്ലി കാശ് പോലും മേടിക്കാതെ ഞാൻ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്ന കാര്യം. എടീ പാറു, യഥാർത്ഥത്തിൽ ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ നീ എന്ത് ചെയ്യും? എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കണേ? സ്നേഹം കൊണ്ട്. എന്റെ പണവും പ്രതാപവും കണ്ട് നീ എന്നെ ഇഷ്ടപ്പെട്ടതാണോന്നറിയാം. ഒരിക്കലും ഇതൊന്നുമില്ലാന്നെങ്ങാനും അറിഞ്ഞാൽ നീ എന്നെ വിട്ടു പോവൂ? എന്താ കണ്ണേട്ട ഇങ്ങനെ? അച്ഛനെല്ലാം ഒരു വാശിക്ക് ചെയ്തു എന്നല്ലാതെ. ഇതുവരെ കിട്ടാത്ത സ്നേഹം, ജീവിതം എല്ലാം ഞാൻ അറിഞ്ഞത് നിന്നിൽ നിന്നാണ്. എനിക്ക് നിന്നെ മതി, നിന്നെ മാത്രം. പക്ഷെ അതൊന്നും നിന്റെ വീട്ടിലറിയത്. നമ്മൾ എന്തിനാ വെറുതെ അവരെയും കൂടെ വിഷമിപ്പിക്കുന്നത്? അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഊട്ടിയിലും കുറ്റാലത്തൊക്കെ ആയിട്ട് ഹണിമൂൺ ആഘോഷിച്ച് നടക്കല്ലേ, അല്ലേ? ഹലോ അമ്മ, ഞാൻ കണ്ണനാ. നീ ഊട്ടിന്ന് എപ്പ എത്തി? രാവിലെ എത്തിയുള്ളൂ. നിന്നെ കാണാൻ വേണ്ടി അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയ്യോ, ഇപ്പൊ എന്തു പറ്റും മോനെ? ഒന്നുമില്ല. അച്ഛൻ എപ്പോഴാ പുറപ്പെട്ടെ? ഒരു 10 മിനിറ്റ് ആയി കാണും. അവർക്ക് ഒരേ നിർബന്ധം, കുറ്റാലം കാണുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോവാ, ഉടനെ പോവാ. അയ്യോ മോനെ, പോവല്ലേ. അച്ഛനെ കണ്ടിട്ട് പോയാ മതി. ശരിയെന്ന്, ഞാൻ അച്ഛനെ സ്വീകരിക്കാൻ പോട്ടെ. ഈശ്വരാ, എല്ലാം തൊലഞ്ഞ്. അച്ഛൻ എവിടെടാ? എന്തിനാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഉപകാരം ചെയ്യണം. കുറച്ചു നേരത്തേക്ക് ഈ വീട് എന്റെ വീടാക്കണം, നിന്റെ അച്ഛനെ എന്റെ അച്ഛനും ആക്കണം. ഇത് രണ്ടും ഇങ്ങനെ തെണ്ടിക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. ഇനി ആരെന്ത് തലപോണ കേസ് പറഞ്ഞാലും എന്റെ അച്ഛനെ തൊട്ട് കളിക്കാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനെ വാടകയ്ക്ക് ചോദിച്ചു വന്നിരിക്കുക. അച്ഛനെ, നിന്നെ എവിടെയെല്ലാം തിരക്കിയതറിയോടാ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ അടുത്ത് ആരുടെ പറഞ്ഞത്? അറ്റ കൈക്ക് ഒരു ശ്രമം നടത്തി നോക്കിയതാ. എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഉപകാരം ചെയ്യണോടാ. കേട്ടാ ഞെട്ടാത്ത എന്ത് ഉപകാരവും നിനക്ക് ചോദിക്കാം. പ്രഭാര പ്രഭു ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടോ? അയാൾ ഇങ്ങോട്ട് വരുന്നത്? എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനെന്നാ ഞാൻ അയാളോട് പറഞ്ഞത്. നിനക്ക് പറയാ, ഈ ലോകത്ത് വേറൊരു അച്ഛനെ കിട്ടില്ലടാ. അന്ന് അറിയാതെ അങ്ങനെ പറഞ്ഞുപോയി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പ്രഭു 2-3 മണിക്കൂറുള്ള ഇവിടെ എത്തും. അയാളോട് വരുമ്പോ ഞാനും പാർവതി എന്തായാലും ഇവിടെ ഉണ്ടാവണം. അത് നടക്കില്ല. നടക്കില്ലേ? വേണ്ട. അതോട് നിന്റെ ജീവിതം, എന്റെ ജീവിതം, ഇവന്റെ ജീവിതം 3 തകർന്ന് കൊഞ്ഞാട്ട പരുവത്തിലാവും. പുല്ലെല്ലാം നശിക്കണം. എടേ, ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മതിയാണ് എനിക്ക് അഡ്ജസ്റ്റ്മെന്റ്. അതേ ഞാൻ വെക്കണം. ആരാടാ കാറി പോയത്? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനോ? എടാ, സാക്ഷാൽ മാട്ടുപ്പെട്ടി മഹാദേവനാണ് പോയത്. അയ്യോ, ആ മോന്ത ശരിക്കൊന്നും കണ്ടില്ലേ? അപ്പൊ ഡിക്കിലോ? രോഗി, സംശയ രോഗി. ഇനി ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ചുറ്റി വരുന്നവരെ അവൻ ആ ഡിക്കി തന്നെ കാണും. ഓട്ടോ ലോക്ക. അപ്പൊ എന്റെ ആരും സമയം പോണ്ട. ഇനി ഈ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം നടക്കില്ല. വെറുതെ ടെൻഷൻ എന്നെ കിട്ടില്ലേട്ടാ. അങ്ങനെ അറുത്ത് മുറിച്ച് പറയാതാ. നീ ചെല്ല്, എത്രയും പെട്ടെന്ന് പാർവതിയും കൂട്ടി ഇങ്ങോട്ട് വാ. പിന്നെ ഒരു കാര്യം, 3 മണിക്കൂർ കൂടുതൽ ഇവിടെ നിൽക്കരുത്.
നീ എന്താ ചെയ്യാൻ പോണേ? ഒരു ജീവൻ മരണ പോരാട്ടം. അപ്പൊ ലക്ഷ്മി? ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? ഇപ്പോ. ലക്ഷ്മി, ഉം? ലക്ഷ്മിയുടെ അച്ഛൻ. അയ്യോ, അച്ഛൻ എന്ത് പറ്റി? നീ ടെൻഷൻ ആവാതെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട, എനിക്ക് എന്റെ അച്ഛനെ ഇപ്പൊ കാണണം. ലക്ഷ്മി. ഇതാണ് എന്റെ വീട്. അച്ഛന്റെ മനസ്സ് മാറി നമ്മളെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത് നിന്റെ ഭാഗ്യമാണ്. പിന്നെ അച്ഛനെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് ചോദിച്ചാലും മറത്തൊന്നും പറയരുത്. അച്ഛനാണെങ്കിൽ സ്ത്രീകൾ മറുപടി പറയുന്ന ഇഷ്ടമേ ഇല്ല. പിന്നെ ഇവരൊക്കെ എത്ര നിർബന്ധിച്ചാലും ഒരു 2-3 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ എവിടെ പോവും? നമ്മൾ ഊട്ടിക്ക് പോകുന്നു ഹണിമൂണിന്. വന്ന് കയറും മുമ്പ് പോയാ അച്ഛനും അമ്മയ്ക്ക് എന്ത് തോന്നും? ഒന്നും തോന്നാതിരിക്കാനായി പോകുന്നത്. ദേ, ഇവൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡ്രൈവർ ആയിരുന്നില്ലേ? അതന്ന്. ഇപ്പൊ ഇവിടുത്തെ ഡ്രൈവറാ. ഡ്രൈവർ ഇങ്ങ വന്നേ. അച്ഛൻ എന്തിയടാ? അച്ഛൻ പുറത്തു പോയി. എന്നാ വാ, നമുക്ക് കാത്തോട്ടിരിക്കാം. വാ. വേണ്ട വേണ്ട, ആദ്യമായിട്ടല്ലേ, അവര് വന്നിട്ട് കേറിയാ മതി. എന്താ മോളെ ഇത്? ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛന് ഈ ആചാരങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. നീ വലത് കാലം വെച്ച് ഐശ്വര്യമായിട്ട് കയറുക. വാ. ഇതാരാ? ഇത് ഇവിടുത്തെ വേലക്കാരിയാ. ദേ, അച്ഛൻ മുഹൂർത്തത്തിൽ തന്നെ എത്തി. ഭാഗ്യം. അതെ, അച്ഛന്റെ കാഴ്ചപ്പാട് നീ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി. ഞാനത് മറന്നു. അല്ല, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ദൈവമേ, നിനക്ക് നന്ദി. പെട്ടെന്ന് ഇങ്ങ് എത്തിക്കാൻ തോന്നിയല്ലോ. എന്തുവാണ് ഈ നോക്കിയിരിക്കുന്നത്? അച്ഛന് ചായ എടുത്തുണ്ടോ? ഇവനെന്താടി എവിടെ? ഇവിടുത്തെ ഡ്രൈവർ. വിവരമില്ലല്ലോ. ഉണ്ടാവത്തിടേ. നല്ല വീടാണ് കേട്ടോ, നല്ല സെറ്റപ്പ്. നിങ്ങളൊക്കെ സന്തോഷമായിട്ട് കഴിയുന്ന അറിഞ്ഞാൽ മതിയുടെ എനിക്ക്. ഇതാണേ മഹാദേവൻ. ആണെന്ന് തോന്നുന്നു. അച്ഛൻ തന്നെ വന്നിരിക്കുന്നു. ആരൊക്കെയാ അവര്? അച്ഛാ, അതെന്റെ കൂട്ടുകാരനാ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിലെ. ഇപ്പൊ കുറച്ചു നാളായിട്ട് ഗൾഫിലായിരുന്നു. എന്നെ കാണാൻ വേണ്ടി വന്നതാ. അത് അവന്റെ ഭാര്യ, അപ്പുറത്ത് ഭാര്യയുടെ അച്ഛൻ. പിന്നെ ഡിക്കില് വല്ലാത്തൊരു ശബ്ദം. സ്റ്റെപ്പിനി ടയർ ലോക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ ഒന്ന് നോക്കി. നമസ്കാരം. നന്നായി വരട്ടെ. എന്നെ മനസ്സിലായോ? എന്തരോ എന്റെ മോളെയാണ് ഇവൻ കെട്ടിയിരിക്കുന്നത്. ഓ, മനസ്സിലായി. അകത്തോട്ടിരിക്കാം. ഞാനൊന്ന് അകത്ത് പോയി റെഡി ആയിട്ട് ഉടനെ വരാം. ധൃതിയൊന്നുമില്ലല്ലോ. എന്തൊരു ധൃതി? റെഡി ആയിട്ട് വരി. എന്റെ മോള് ഭാഗ്യവതിയാണ് കേട്ടാ. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. അതെ അതെ. നീ എന്തരടെ നോക്കി നിൽക്കുന്നത്? ചുമ്മാ എനിക്ക് റസ്റ്റ് വേണം. വാ. ലക്ഷ്മി, അയ്യോ, എപ്പോഴായിരുന്നു? എന്തെന്ന്? അതൊന്നുമല്ല. എനിക്ക് അച്ഛനെ കാണാൻ മോഹം ഉണ്ടെന്ന് പറയാൻ എനിക്കൊരു മോഹം ഉണ്ടായി. ഞാൻ അച്ഛനെന്ന് പറഞ്ഞത് കരഞ്ഞു വിളിച്ചോണ്ട് ഒറ്റ ഓട്ടോ അല്ലേ? എത്ര ഞാൻ പറയാൻ ശ്രമിച്ചു, കേൾക്കണ്ടേ? അതാണ് മനപ്പൊരുത്തം എന്ന് പറയണത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണമെന്നും ചൊല്ലി ഇറങ്ങിയതാണ്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിവിട്ടത്. വരും പോവാൻ. എന്തിന്? മരുമോന്റെ വീട്ടിലോട്ട് വരാൻ അമ്മാവി അച്ഛനും അമ്മാവി അമ്മയ്ക്കും പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? സംഭവം ശരി തന്നെ. പക്ഷെ ഈ തിരക്കിനിടയിൽ നിനക്ക് എവിടാ സമയം? ലക്ഷ്മിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ അച്ഛൻ. അതാണല്ലോ അതിന്റെ ഒരു രണ്ടുപേരും മരിക്കുന്നില്ല. മഹാഭാഗ്യം. നീ വന്നേ. അച്ഛനമ്മയും കൂടെ വന്നോട്ടെ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഇനി എന്തിനാ ആലോചിക്കാൻ? അല്ല, രണ്ടുപേരും രണ്ടായിട്ട്. ഇയാൾ എന്റെ വരുന്ന. ഓ, അച്ഛൻ ഇതുവരെ ഉണന്നില്ലേ മോനെ? പുള്ളിക്കാരെ എങ്ങനെ എണീക്കാൻ വൈകും? ഞാൻ വിളിക്കണോ? വേണ്ട, ക്ഷീണമുണ്ടാവും. എണീക്കും എന്നെ വിളിച്ചാ മതി. പ്രഭുവാണ് രാജാവാണെന്നൊന്നും ഞാൻ നോക്കില്ല. എത്രയും പെട്ടെന്ന് വിളിച്ചുകൊണ്ടില്ലേ ചവിട്ടി പുറത്താകും ഞാൻ. അച്ഛാ, 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 ശല്യപ്പെടുത്താതെ. ഉറക്കം, ക്ഷീണം. അച്ഛാ, ഒരുപാട് വൈകി. വിളിച്ചു പറയാനുള്ള സ്ഥലമാ. വീട്ടിൽ പോണേ പെട്ടെന്ന് പോണം. ശരി തന്നെ. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞ് പോവാം. സൂക്ഷിക്കണം, കാലം മോശം.
അവരെല്ലാം പോയി എല്ലാം അകത്തുണ്ട്. കാരണം മോനെ എന്താ അച്ഛാ? അവൻ മറ്റോനല്ലേ? ഏയ് അല്ലല്ല ഇവൻ കണ്ണപ്പനല്ലേ? കണ്ണപ്പൻ കണ്ണപ്പൻ ആ. ഞങ്ങള് വിമാനത്തിൽ വെച്ചുള്ള പരിചയമല്ലേ, ചുമ്മാ കാണാൻ വേണ്ടി വന്ന്. എന്തരടെ പേടിപ്പിക്കണത്? അവൻ എന്തായിരുന്നു ഇവിടെ വന്നത്? കണ്ണപ്പന്റെ കൂടെ വന്ന അതിഥി അതിഥി ഇവൻ എന്റെ ശത്രുവാണ്. വീട്ടിൽ വന്ന ശത്രുവിനെ മാനിക്കണം. എവരെല്ലാം കൂടി എന്തിനിടെ ഇങ്ങോട്ട് വന്നത്? ഞങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ, ഞാൻ കുടുംബസമയം ക്ഷണിച്ചിട്ട് വന്നാ. ഓ, എന്റെ ശത്രുവാണവൻ. എത്രയും വേഗം പറഞ്ഞു വിടണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരട്ടെ. ശരി. ഉറക്കമൊക്കെ സുഖമായിരുന്നോ? ശരിയായില്ല തേവേട്ട, യവന്റെ ശല്യം. അല്ല ഇതാരാ? വന്നാട്ട് വന്നാട്ട് വന്നാട്ട്. ആ, നീ ഇതെവിടെ പോയി? ഞാൻ വീട് വരെ ഒന്ന് പോയതാ. ആഹാ, ഇവിടെ പോ. എന്തൊരു തേവേണ്ണ. ഇത് മിസ്റ്റർ കുബേരൻ. വാ, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് നേരിട്ട് അടുത്തറിയുന്നവര് തന്നെ. അടുത്താലേ വേഷ അറിയും. ആരാ അത്? യൂണിയൻകാരാ? എന്തു വേണം? ഇവിടെ അടുത്തൊരു ലോഡ് ഇറക്കാൻ വന്നതാ. തിരിച്ചു പോണ വഴിക്ക് പെങ്ങളെ ഒന്ന് കാണാമെന്ന് കരുതി. പെങ്ങളോ? ഇവിടെ ഏത് പെങ്ങളാ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ മകന്റെ ഭാര്യ. എന്റെ മകന്റെ ഭാര്യ നിങ്ങളുടെ പെങ്ങളോ? അതെ. കൊള്ളാമല്ലോ. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞു? പോയിട്ട് പിന്നെ വാ. പോട്ടെടാ. ഒന്ന് മാറണം അങ്ങോട്ട്. നീ ബഹളം വെക്കണ്ട, വീട് മാറിയിട്ടുണ്ട്. ഒളിങ്ങി വന്നേ. ആ, ഇവളാണ് എന്റെ മകന്റെ ഭാര്യ. ഇവൾ നിങ്ങളുടെ പെങ്ങളാണോ? ഇനി ഒന്ന് ആ പറഞ്ഞത് സത്യമാണ്. ഞാൻ ആ സത്യം അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചു. ഞങ്ങൾ രണ്ടുപേരും മഹാദേവന്റെ മക്കളാണ്. ഞങ്ങളുടെ മുതുകത്ത് ഒരുപോലത്തെ മറുക കണ്ടപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം എനിക്ക് മനസ്സിലായത്. എനിക്കൊരു പിടി കിട്ടില്ലടേ. പറയടാ, എന്റെ പെങ്ങളവിടെ. എന്റെ മോനെ തൊട്ടാലുണ്ടല്ലോ. മോനെ അച്ഛനും ഒരു കാര്യം പറയട്ടെ. നാണക്കേട് കൊണ്ട് പറയാത്തതാ. ഇവിടുത്തെ അടിച്ചു കളിക്കാരിൽ അച്ഛനുണ്ടായ മകനാണ് ഉണ്ണികൃഷ്ണൻ. പറയടാ, സത്യം പറയാൻ. പറയാ, നിന്റെ ആരോള്? അയ്യടാ, കൊള്ളാം. അവന്റെ ആരുമല്ല. ഇവളേ ഈ നിൽക്കുന്ന ബാലകൃഷ്ണന്റെ ഭാര്യ, ഇവിടുത്തെ വേലക്കാരി. നീ ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാം ഞാൻ വ്യക്തമാക്കി തരാം. ഇവിടെ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ തന്നെ എന്റെ ഭാര്യയാണ്. എന്താ എന്താ എന്താ? നിർത്താ, എനിക്കെല്ലാം മനസ്സിലായി. തരാതരത്തിൽ പെരുമാറുന്നവരെ പണക്കാര്, അവരെ നമ്പർ ഞാൻ പറയാറില്ലടി. ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഒരു ഉണ്ണി ഇനി ഇവന്റെ വെപ്പാട്ടിയായിട്ട് കഴിയണോ നിനക്ക്? എടാ പുല്ലുകളെ, ഞാനിപ്പം വെടക്കാൻ വെടക്ക്. ഇതെല്ലാം കണ്ടും സഹിച്ചും വെറുതെ ഇരിക്കുന്ന കരുതണ്ട. ഞാനിപ്പം തിരിച്ചു വരും നിന്റെ ഒക്കെ തലയെറിയാൻ. മഹാദേവാട്ടെ, നിന്റെ കൂടെ എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. സത്യം പറയട്ടെ, നിനക്ക് എത്ര പിള്ളേരും? അടിച്ചെളിക്കാരിലും അല്ലാതെ ഉണ്ടായതും ചേർത്ത് പറ. എത്ര നൊന്തുവാ? ഒരു തേവേണ്ണ. എടോ, കുടുംബത്തിൽ പറഞ്ഞവനാണ് ഈ മഹാദേവൻ. മഹാദേവൻ ഈ ഭൂമിയിൽ ഒരേ ഒരു സന്തതിയേ ഉള്ളൂ. ഈ നിൽക്കുന്ന എന്റെ മകൻ ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഈ നിൽക്കണവൻ നിന്റെ മോനല്ലേ? അല്ലടോ. യവനാ? അല്ല. എന്താടാ ഇതൊക്കെ? ആരാടാ ഇവരൊക്കെ? പറയടാ, പറയ്. ഇനി അവനെ അടിക്കരുത്, അവൻ പാവാണ്. ഞാൻ പറയാം, ഞങ്ങൾ രണ്ടുപേരും മാട്ടുപ്പെട്ടി ചന്തയിലെ കൂലിക്കാരൻ, വെറും കൂലിക്കാര്. പണം മോഹിച്ച് പണക്കാരുടെ കോലം കെട്ടി ഇവരുടെയൊക്കെ മക്കളെ പറ്റിച്ച് കല്യാണം കഴിച്ച ചതിയന്മാരാ. ഇപ്പൊ ഇവിടെ നിന്ന് വിളിച്ചിറക്കേണ്ട ചെന്താമരയാ ഉണ്ണിയുടെ ഭാര്യ. അവക്ക് വേണ്ടിയാ ഉണ്ണി ഇതിനൊക്കെ കൂട്ടുന്നത്. നീയൊക്കെ മനുഷ്യനാവിടെ? എവരൊക്കെ കൂടെ നമ്മളെ ചതിച്ചല്ലോടെ കുമാരാ. ലക്ഷ്മി, ഇനി ഒരിക്കലും ആ പേര് വിളിക്കരുത്. ഞാൻ എന്ത് ദ്രോഹം നിങ്ങൾക്ക് ചെയ്തത്? എന്റെ അച്ഛൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഇത്രയും ക്രൂരത ഞങ്ങളോട് വേണമായിരുന്നോ? എടാ, ഒന്നുമില്ലായ്മന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കാനും നേടാനും ഞങ്ങൾക്കാവുമെങ്കിൽ കാണിച്ചരാടാ നിന്നൊക്കെ. ഇറങ്ങി വഴി. ഞങ്ങളൊക്കെ വെറും ഉണ്ണാക്കന്മാരിൽ നിന്ന് തെളിയിച്ചു തരാവിടെ ചന്തകളെ. തൃപ്തിയായാലോടാ നിനക്ക്? എനിക്ക് തൃപ്തിയായി. ഇതിൽ കൂടുതലൊന്നും ഒരു മകൻ അച്ഛന് വേണ്ടി ചെയ്യാനാവില്ല. മകൻ തന്നോട് എത്തുമ്പോ തനിക്കൊരു തുണയായിരിക്കുമെന്നാ ഞാൻ കരുതിയത്. മാനം കെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഇറങ്ങി പോടാ പുറത്ത്. വേണ്ട വേണ്ട. സ്വന്തം തന്തയെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വിട്ടിയാക്കി ഇവൻ നാളെ നിന്റെ തലയറിയാൻ പോലും മടിക്കില്ല. എനിക്കിങ്ങനൊരു മകനേ ഇല്ല. വടി ഇവിടെ വരാൻ.
എടേ പ്രഭാര എന്തടേ ഞാനും നീ ഇതുപോലെ നേരത്തെ ഒരുമിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ചതിവ് പറ്റുമായിരുന്നോടെ? ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം? വക്കീലേ ഡേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ബന്ധം ഒഴിയണം.